ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും കൂടിയിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നരേൻ അവിടേക്ക് കയറി വരികയാണ്. ഇപ്പോൾ പെൺകുട്ടി IT പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നരേൻ ഇങ്ങനെ വന്നിട്ട് മുത്തശ്ശിനോട് എന്താ മുത്തശ്ശി ഇത് നോക്കിയാണ് കേട്ടോ. അത് പിന്നെ മോനെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോഴേക്കും വേണ്ട മതി. എന്നിട്ട് അവരോട് നേരിട്ട് പറയണം, അതെ ഇവർ ഇങ്ങനെയൊക്കെ നിങ്ങളെ വിളിച്ചു വരുത്തിയത് വെറുതെയാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മോളേന്നല്ല, ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തായാലും തൽക്കാലം വേറെ ഏതെങ്കിലും ചെക്കനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മകളുടെ കല്യാണം നടത്താൻ നോക്ക്. ഇത് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പം മുത്തശ്ശി വിളിച്ചിട്ട് മോനെ നരേനെ എന്ന് പറയുന്നത്, മുത്തശ്ശിനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇത് നടക്കൂല എന്നുള്ളത്. വീണ്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ പെണ്ണ് കാണാൻ കൊണ്ടുപോകാൻ നിങ്ങൾ കൊണ്ട് പറ്റില്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഈ നാടകമൊക്കെ കളിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കണ്ടിട്ടേ, നിങ്ങളോട് ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്, ഇതെന്തായാലും നടക്കൂല, ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തായാലും വേറെ ഏതെങ്കിലും ആലോചനയും കൊണ്ട് വേറെ ഏതെങ്കിലും ചെക്കനെ കണ്ട് മോനെ കെട്ടിക്കാൻ പറയാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനൊക്കെ വിഷമാവാണ് കേട്ടോ. നിങ്ങളോട് പറഞ്ഞതിൽ വിഷമമൊന്നും തോന്നരുതെന്നൊക്കെ നരൻ അവരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായത്രി അതെ അവൻ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞതാ, എന്തോ ദേഷ്യത്തിൽ വന്നതാ. അപ്പോൾ അവനൊരു തമാശ പോലെ അങ്ങനെ പറഞ്ഞു. അവനൊരു ദേഷ്യമില്ല, ഒരു ടെൻഷനും ഇല്ല, ഇതിവിടുത്തെ സ്ഥിരം പരിപാടിയാ. എന്നാലും ഇവർക്ക് അഭിനയിച്ച് മതിയാവുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി അവരോട് മാപ്പ് പറയണം, നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിഷമമൊന്നും തോന്നരുത്, കൊച്ചുമോൻ്റെ കല്യാണം കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ചെയ്തു പോകുന്നതാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കാവേരി ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയ കാര്യങ്ങളും പണം പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വരികയാണ് കേട്ടോ. മുന്നിലേക്കോ പിന്നിലേക്കോ ഒന്നും നോക്കാതെ ഇങ്ങനെ വിഷമിച്ച് വരികയാണ്. ഈ സമയത്താണ് നരൻ പുറത്തേക്ക് വരുന്നത്. നരേനാണെന്നുണ്ടെങ്കിൽ വണ്ടി കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ബാക്ക് എടുത്ത് പോകുകയാണ് കേട്ടോ. വണ്ടി ബാക്കിലേക്ക് വരുന്നത് കാവേരി കാണുന്നില്ല. പക്ഷേ കാവേരിയുടെ അടുത്ത് വന്ന് കാവേരിയെ പെട്ടെന്ന് ഇങ്ങനെ മുട്ടുമ്പോഴാണ് കാവേരി അറിയുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ച് അങ്ങനെ തെറിച്ച് വീഴാണ് കേട്ടോ കാവേരി. അപ്പോഴേക്കും ഒയ്യോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് കേട്ടോ, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കാവേരി ഇങ്ങനെ പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെയാണ് എന്ന് പറയും. എന്നാലേ ഞാൻ ഓക്കെ അല്ല, മനസ്സിലായ? എടി ഈ സിഗ്നലിലല്ലാതെ വണ്ടി ബ്രേക്ക് പിടിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. ഈ വണ്ടിക്ക് നിന്നേക്കാളും വിലയിട്ട് അറിയൂടി എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തിലും ഇങ്ങനെ പെരുമാറാൻ കേട്ടോ. വന്നിട്ട് പറയുന്നുണ്ട്, അതെ മര്യാദയ്ക്ക് മുന്നിലേക്ക് നോക്കി നടക്കണം, കണ്ണ് തുറന്നു വേണം നടക്കാനായിട്ട്, മനസ്സിലായില്ലേ? അവളുടെ ഒരു നടത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി പോകാൻ കേട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് നരേനെ നോക്കി നിൽക്കുകയാണേ. പിന്നെ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മോളോട് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിവിടെ കൊണ്ടു കെട്ടിയതല്ലാതെ ആരും വന്നില്ലല്ലോ, സിസ്റ്റർമാരൊന്നും വന്നില്ലല്ലോ, പണം അടച്ചാവോ ഒന്നും അറിയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരദയും ഗംഗയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കാവേരി വരികയാണ് കേട്ടോ. ദേ കാവേരി വന്നല്ലോ. കാവേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗംഗ ചെല്ലാണ് കേട്ടോ. എന്തായി പണം കിട്ടിയോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ അല്ല, അത് പിന്നെ ദേ ഇവിടേക്ക് ആരും വന്നിട്ടില്ല, സിസ്റ്റർമാർ പോലും വന്നിട്ടില്ല. ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബില്ലടയ്ക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അടയ്ക്കാം ചേച്ചി, അടയ്ക്കാം. ബാങ്കിൽ പോയിട്ട് എന്താ പണം എടുത്തോ? ഇല്ല, പണം എടുത്തില്ല. വിനീതയുടെ ഇന്നലെ അക്കൗണ്ടിൽ ചെക്ക് മാറി കിട്ടിയില്ലേ? ചെക്ക് മാറി കിട്ടിയിട്ട് അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയത് മെസ്സേജ് വിനീതയുടെ എനിക്ക് കാണിച്ചെന്നാണല്ലോ. അതെ, പക്ഷേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല. ഇല്ലേ? അതെന്താ നോക്കിക്കോട്ടോ. അത് പിന്നെ ബാങ്കിൻ്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. വൈകാതെ തന്നെ കയറിക്കോളും. ഞാനെന്തായാലും ഇപ്പോൾ തൽക്കാലമുള്ള ബില്ലുകൾ അടച്ചിട്ട് വരട്ടെ, വലിയ എമൗണ്ടൊക്കെ നമുക്ക് പിന്നെ അടച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് ശരിയാണെന്ന് പറയട്ടോ. പക്ഷേ ഗംഗയ്ക്ക് എന്തോ കാവേരി മുഖത്ത് ഒരു വിഷമമുള്ളതുപോലെ തോന്നിയിട്ട് വീണ്ടും പോയിട്ട് ചോദിക്കാൻ കേട്ടോ. എന്താ കാവേരി നിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? പ്രേതത്തെ കണക്കുണ്ടല്ലോ മുഖമൊക്കെ. അത് പിന്നെ നിളമോള ഓപ്പറേഷത്തെ കുറിച്ചിട്ട് ആകെ ടെൻഷനായി ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം ഗംഗ പറയുന്നുണ്ട്, നീ വിഷമിക്കുകയും ടെൻഷൻ അടിക്കൊന്നും വേണ്ട കാവേരി, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. എന്നാൽ ശരി ചേച്ചി, റൂമിലേക്ക് പോയിക്കോ, ഞാൻ ആ ബില്ലൊക്കെ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗീതയുടെയും ഭർത്താവിൻ്റെയും കടയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കട തിരുവനന്തപുരത്ത് മറ്റാണ്. അപ്പോൾ അവിടേക്ക് വിനീത് വന്നിരിക്കുകയാണ് കേട്ടോ. വിനീത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഗീത വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനീത് ചെന്നിട്ട് ദാസേട്ടന് ലേച്ചിന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദാസേട്ടന് സ്വർണ്ണമര ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലാണ്.
എന്ന് പറയട്ടാ നിങ്ങളിവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ വരാൻ നേരം കിട്ടിയില്ല വിനീതേ, കണ്ടില്ലേ തിരക്ക്, ദാസേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് ഇവിടെ ഡീൽ ചെയ്യുന്നതെന്ന് പറയട്ടോ. ചേച്ചി ഞാനിങ്ങോട്ട് വന്നത് എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ഗീത പറയും, നിങ്ങൾ ജയപാലിൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടാണല്ലോ പോയതെന്നാണല്ലോ അമ്മ പറഞ്ഞതെന്ന് പറയട്ടോ. അന്നേരം ദാസൻ അവിടേക്ക് വരണം, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കാശ് കിട്ടിയാൽ നല്ലതല്ലേ ഗീതേ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ. നീ പോയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യ്, ചെല്ല്, ഇവിടെ നിന്ന് സംസാരിക്കാതെ എന്ന് പറഞ്ഞിട്ട് ഗീതനെ അവിടുത്തെ പറഞ്ഞയക്കാണ് കേട്ടോ ദാസൻ. അപ്പോൾ ദാസൻ പറയും, ആഹാ നീയോ വിനീതോ എന്ന് ചോദിക്കാം കേട്ടോ. അല്ല ഞാനിവിടെ ഒരു ആവശ്യത്തിന് വന്നതാ, നിനക്ക് കാശിന് ആവശ്യമുണ്ടോ വിനീതേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉണ്ട്, എത്രയാണ് ആവശ്യം? എനിക്ക് 10 ലക്ഷം രൂപ വേണമെന്ന് പറയാണ് കേട്ടോ. 10 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. ഓ 10 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്, ദാസേൻ്റെ കയ്യിലുണ്ടാവോ? അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി, പലിശ അടക്കം കൊടുക്കാം, പെട്ടെന്ന് തന്നെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, അതേ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടൂല, എൻ്റെ അമ്മയുടെ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് നിൻ്റെ കൺമുന്നിൽ വന്നിട്ട് ഞാൻ ഏറുന്നിട്ടുണ്ട്, അന്ന് നീ എൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളിയിലിടാം. എൻ്റെ കയ്യിൽ നിൻ്റെ കയ്യിൽ നിന്ന് കാശില്ല എന്ന് കേൾക്കുമ്പോഴും എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ട് അത് തരാതിരിക്കുമ്പോഴും ഒരു മനസ്സുഖമുണ്ട്, അതിന് വേണ്ടിയിട്ട് ചോദിച്ചതാന്ന് പറഞ്ഞിട്ട് ദാസൻ പോകാൻ പറയും കേട്ടോ. അങ്ങനെ ഈ ഗീതയുടെ അടുത്ത്, ഗീത എന്ന് വെച്ചാൽ വിനീത് പോകണമാണ് വിടാ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 50 ലക്ഷം അപ്പോൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്താ ഇപ്പോൾ പ്രശ്നം നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ആ 50 ലക്ഷം പോയി ഗീതേച്ചി. പോയോ? എങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ ആ പൈസ നഷ്ടപ്പെട്ടു ചേച്ചി, നിളമോളുടെ ഓപ്പറേഷൻ നടത്തണം, അതിന് 10 ലക്ഷം രൂപ വേണം എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ദാസൻ അവിടെ നിന്നിങ്ങാണ്ട് വിളിക്കാൻ കേട്ടോ, ഗീതേ നീ എന്തെടുക്കുക അവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിനീത് പറഞ്ഞു, ഗീതേച്ചി പോക്കോ, ഞാൻ കാരണം വേറൊരു കുടുംബം കൂടെ തകരണ്ട എന്ന് പറയൂട്ടോ. ഇത് കഴിഞ്ഞ ശേഷം കാണിക്കുന്നത് നിവിൻ അമ്പലത്തിൽ വന്ന തൊഴിലാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ദൈവമേ കാവേരിനെ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് കാണിച്ചു തന്നെ, എനിക്ക് അവളെ സ്വന്തമാക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. വിനീതിന് ഈ അടുത്ത് കണ്ടതുകൊണ്ടാണ് ഈ ഭാഗത്ത് തന്നെ ഞാൻ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും കാവേരിനെ എനിക്കൊന്ന് കാണിച്ചു തരണേ ഭഗവതി ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് കാവേരി അവിടേക്ക് വരുന്നത് കേട്ടോ. പക്ഷെ ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നൊന്നുമില്ല. നിവിൻ ഈ ചന്ദനം ഇങ്ങനെ തൊട്ടും കണ്ടിട്ട് അവിടെ ചെന്നിരിക്കുകയാണ് കേട്ടോ, ഒരു തൂണും ചാരി ഇരിക്കുകയാണ്. കാവേരി അതുപോലെ തന്നെ അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ തൊട്ട് ആ തൂണിൻ്റെ തന്നെ മറുവശത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടെ പരസ്പരം കാണാതെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് രാഗിണി വരികയാണ്. അപ്പോൾ രാഗിണിക്ക് മനസ്സിലാവുന്നത് തമ്മിൽ കണ്ടിട്ടില്ലാന്ന്. ഇന്നത്തെ എപ്പിസോഡ് അത്രേ ഉള്ളൂ. നാളത്തെ പ്രമോലാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്നത് രാഗിണി ഫോട്ടോ എടുക്കാണ് കേട്ടോ. പക്ഷെ രാഗിണി അവിടുന്ന് തന്ത്രപൂർവ്വം നിവിനെ മാറ്റുന്നുണ്ട്. നിവിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കാവേരി കാണാതെ പുറത്ത് നിർത്തിയിട്ട് നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നീ എന്തൊക്കെ പറഞ്ഞാലും കാവേരിനെ എന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് രാഗിണി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം ജയപാലനോട് ഇതൊക്കെ പറയുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, നിവിൻ ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ അവനെ ഈ കാവേരി പിന്നിൽ കൂടെ ചുറ്റിത്തിരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിവിനെ അപകടപ്പെടുത്താനുള്ള തീരുമാനം എടുത്ത് പോകുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തി ഈ വിനീത് ഗംഗനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. 50 ലക്ഷം പോയി എന്ന് അറിയുന്നതോട് കൂടിയിട്ട് ഗംഗ തലയ്ക്ക് കൈ വെച്ച് പൊട്ടിക്കറിയുന്നുണ്ട്. അതിന് ശേഷം വിനീതിനെ പിടിച്ച് തള്ളി പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.